യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. വി.ഡി. സതീശനെതിരായി വലിയ തോതിൽ പറഞ്ഞ രണ്ടുപേരാണ് ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും. ഇവ രണ്ടുപേരും അപ്രസക്തരായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്രസക്തരായ തെരഞ്ഞെടുപ്പാണ്. വെള്ളാപ്പള്ളിയാണെങ്കിൽ കേസിന്റെ കൂട്ടത്തിലും പെട്ട് ജയിലിൽ പോകേണ്ട സ്ഥിതിയൊക്കെ വരികയും അദ്ദേഹത്തിന്റെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം പോവുകയും ഇനി അദ്ദേഹത്തിന്റെ എന്താ പറയുക മൈക്രോ ഫൈനാൻസ് കേസിൽ പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു സെയും ഇല്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പായി. അതുകൊണ്ടാണ് സതീശനെതിരെ അത്ര ആക്രമിച്ചു പറഞ്ഞു. രണ്ടുപേരും സതീശൻ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതിരുന്ന സതീശനെയാണ് കേരളം ഇഷ്ടപ്പെട്ടത്. കാരണം ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ജാതി സമുദായം അതിന് നേതാവ് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യുമെന്നുള്ള വിശ്വസിക്കുന്ന അന്ധവിശ്വാസിയല്ല സതീശൻ. അതുകൊണ്ട് തന്നെയാണ് അയ്യോ ഇവരെ എതിർത്താൽ ഉടനെ പോയി കാല് പിടിക്കുക, പിന്നെ വെളുത്ത നായർ, കറുത്ത നായർ, തിരുവനന്തപുരം നായർ, ചക്കാലൻ നായർ എന്നൊക്കെ തരംതിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കേരളത്തിലെ സവർണ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പുതിയ മുഖമാണ്. ആ മുഖത്താണ് സതീശൻ ആഞ്ഞു ചവിട്ടിയത്. അതുകൊണ്ട് സുകുമാരൻ നായർ സതീശനെ അംഗീകരിക്കണം എന്നൊന്നുമില്ല. സുകുമാരൻ നായർ അംഗീകരിക്കാത്ത സതീശനാണ് 102 സീറ്റ് നേടിച്ചു വെച്ചത്. ഇപ്പൊ സുകുമാരൻ നായർ പറയുന്നത് UDFന്റെ വിജയം കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, LDFന്റെ മോശം കൊണ്ടായിരിക്കും. അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ്. ഒരാളുടെ മോശം വേറെ ആളുടെ ഗുണമായി വരാം. പക്ഷേ സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി ഒരു പട നയിച്ച് ജയിച്ച ആളാണ് എന്ന കാര്യത്തിൽ സുകുമാരൻ നായർക്ക് ഒഴിച്ച് ബാക്കി നായന്മാർക്ക് പോലും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു വേണ്ടി പക്ഷെ വെള്ളാപ്പള്ളിയുടെ കാര്യം എനിക്ക് വല്ലാതെ തമാശ തോന്നുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് എപ്പോഴും എന്താ പറയാന്നറിയില്ല, പ്ലേറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം വരെ അതിതീവ്ര ഹിന്ദുത്വം പറയുകയും ഇസ്ലാമോഫോബിയ പറയുകയും സതീശന് തലയ്ക്ക് വെളിവില്ലാന്നോ സതീശൻ കാര്യവിവരമില്ലാത്തവനാണെന്ന് പറയുകയൊക്കെ ചെയ്ത ആള് ഇപ്പൊ ഒന്നിച്ച് പ്ലേറ്റ് മാറ്റി. ഇപ്പൊ അദ്ദേഹം 3 പേരെയും വെള്ളാപ്പള്ളി ഇപ്പൊ ഭാര്യയൊക്കെ പറയുന്നുണ്ട്, വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും സതീശനെയും ഒക്കെ മഹാമാരാണ്. കാരണം ഇത് ആരാ വരിക എന്നറിയില്ല. അതുകൊണ്ടാ ആരാ വരാൻ തീരുമാനിക്കാൻ ഒരു സംഗതിയും വെള്ളാപ്പള്ളിയോട് ആരും പോയി ചോദിക്കാനും പോണില്ല. അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു മുസ്ലിം ലീഗ് അഭിപ്രായം പറയാൻ പാടില്ല, പിന്നെ വെള്ളാപ്പള്ളി അഭിപ്രായം പറയാം. വെള്ളാപ്പള്ളിക്ക് സുകുമാരൻ നായർക്കും UDFന്റെ മുഖ്യമന്ത്രി ആരാവുന്ന എന്തിനാ അഭിപ്രായം പറയണേ? ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ LDF ജയിക്കും, 3ാം മുന്നണി വരും, BJPക്ക് സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോ മാർക്കിടാൻ പോണെന്തിനാ? UDFന്റെ മുഖ്യമന്ത്രിക്ക് മാർക്ക്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർക്ക് മാർക്ക് ഇടണം എന്തിനാ? അവരുടെ മുന്നണിയിലെ മുസ്ലിം ലീഗ് അഭിപ്രായം പറയാൻ പാടില്ല. എന്നാ ഇയാളാരാ പറഞ്ഞ്? ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തനം നടത്തുകയും ഈ UDFന്റെ വിജയത്തിൽ നിർണായകമായി പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിയാവുന്നതല്ല. ഇപ്പൊ മുസ്ലിം ലീഗിനെ പറയുന്നത് എന്തിനാ? അത് കളമിടുകയാണ്. എന്താ ഇവർക്കെതിരായിട്ട് ഇസ്ലാമോഫോബിയ പറയാൻ. നാളെ BJPയിലേക്ക് ആളെ കൂട്ടാനുള്ള പണിയാണ് ഈ ചെയ്യണേ. സതീശൻ കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിനോട് അവഗണിച്ച് സംസാരിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയിപ്പോ ചെന്നിത്തലയോ KC വേണുഗോപാലോ വന്നാൽ കാല് പിടിക്കുമോ എന്ന പ്രതീക്ഷയാണ് സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും ഉള്ളത്. ഞാൻ പറഞ്ഞത് കാല് പിടിക്കുക കൈ പിടിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സമുദായ നേതാക്കന്മാർക്ക് സമുദായ വിഷയങ്ങളിൽ പറയാനുള്ള അധികാരമുണ്ടോ? പറഞ്ഞോട്ടെ. സമുദായക്കാർക്ക് കേൾക്കാതിരിക്കുക അവരുടെ കാര്യം. പക്ഷെ സമുദായ നേതാക്കന്മാർ വന്ന് അവരെ മുഖ്യമന്ത്രി ആരാവണം, ഇവിടെ എന്ത് മന്ത്രിയാവണം എന്നൊക്കെ പറയാൻ നിന്നാൽ അത് നടക്കാതെ വരും. സതീശനാണ് ലീഡർഷിപ്പിലെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡ് വെച്ച് സതീശൻ ലീഡർഷിപ്പിൽ വരാൻ തന്നെയാണ് സാധ്യത. എന്തൊക്കെ തകിടം പറഞ്ഞാലും കേരളത്തിന്റെ വികാരം സതീശനായതുകൊണ്ട് ഈ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ അപ്രസക്തരാവുന്നു എന്നതാണ് ഞാൻ കാണുന്നൊരു കാര്യം. രാഷ്ട്രീയം അവർ പറയണ്ട, ഒരു സമുദായം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ അപ്രസക്തരാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതാണ് ഇനി അവർക്ക് അവരുടെ ആരോടും അവരുടെ അടുത്ത് പോയി ചോദിക്കൂല, പറയൂല.